അയ്യോ, അത് കന്നാസാറിന്റെ നിലവിളിയല്ലേ? അതെ, ശരി തന്നെയാ. പക്ഷെ എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നത്? ഗവൺമെന്റ് തോന്നുന്നത് പോലെയാണ് GST കൂട്ടുന്നത്. ഒരു മനുഷ്യനെ എന്നെ ഇങ്ങനെ എന്തിനാണ് പന്നിയെ പോലെ വലിച്ചെടുക്കുന്നത്? അയ്യോ, എന്നെ തല്ലി കൊല്ലുന്നേ. എന്താ ഇത്? അദ്ദേഹത്തെ ഇവിടെ നിങ്ങൾ എന്താ കാണിക്കുന്നത്? എനിക്ക് എന്റെ ബലം ഇടയ്ക്കിടയ്ക്ക് പരീക്ഷിക്കണം. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഗുസ്തി പിടിച്ചാലോ? ചൊവ്വാഴ്ചയാണെങ്കിൽ പൊടിപൂരമാണ് ഇന്ന്. എന്നിട്ട് പറയുന്നത് കേട്ടില്ല, ഒന്നുകൂടെ ഗുസ്തി പിടിച്ചാലോ? ഇവിടെ വരൂ, എന്നിട്ട് എന്നോട് പറയൂ, എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഖന്നെ എങ്ങനെ ഗോതമ്പ് മാവ് പോലെ കുഴക്കുന്നത് എന്താണ്? താൻ ആരാണെന്ന് പറയൂ. എക്സ് പ്രിൻസിപ്പാൾ, എക്സ് ഗുസ്തിക്കാരൻ. ആ കാണുന്ന ബംഗ്ലാവ് വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ് ഞാൻ. ആ ബംഗ്ലാവ് വാടകയ്ക്ക് എടുത്തു വെച്ച് അയൽവാസികളെല്ലാം തല്ലി ഓടിക്കാൻ വല്ല നേർച്ചയുണ്ടോ തനിക്ക്? സംശയമുണ്ടോ? എടോ, ഈ കാണുന്ന ഖന്നെ എന്നെ വെല്ലുവിളിച്ചതാ. കന്നാ സാറേ, സാർ എന്തിനാണ് ഇദ്ദേഹത്തിനോട് ചാലഞ്ച് ചെയ്തത്? ഇയാൾ ഇങ്ങോട്ട് വന്ന് ഗുസ്തി പിടിക്കായിരുന്നു. ഞാൻ അങ്ങോട്ടൊന്നും ചെന്ന് വെല്ലുവിളിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഈ ഗുസ്തി പിടിക്കാനുള്ള വേഷം ഇട്ട് താൻ എന്തിനാ എന്റെ മുന്നിലേക്ക് വന്നേ? എന്റെ ഉള്ളിലെ ഗുസ്തിക്കാരനെ എന്തിനാ പുറത്തോണ്ട് വന്നേ? എന്റെ ഷർട്ട് അലക്കാനിട്ടതുകൊണ്ട് ഞാൻ ബനിയൻ എടുത്തിട്ടതാ. ഇത് ഇങ്ങനെ ഒരു പുലിവാലാകുന്നത് ഞാൻ അറിഞ്ഞില്ല. ഓ, എന്റെ വീടിന് മുമ്പിൽ ഇത്രയും വേസ്റ്റുകളോ? എന്റെ തലയെന്ന കമ്പ്യൂട്ടറിൽ ദേഷ്യത്തിന്റെ വൈറസുകൾ വ്യാപിക്കുന്നുണ്ട്. അയ്യോ അയ്യോ, എന്റെ കാറിന്റെ അവസ്ഥ കണ്ടില്ലേ? കന്നാ സാറിന്റെ കാറിൽ ആരെങ്കിലും വേസ്റ്റ് കൊണ്ട് ഇട്ടായിരുന്നോ? സൂപ്പർ സ്റ്റാർസിന്റെ സിനിമകളിൽ പലതും പൊട്ടി പൊളിഞ്ഞു. ആരും എന്റെ കാറിന്റെ ടയർ പഞ്ചറാക്കി കളഞ്ഞു. ഓക്കേ, അടികൈ. ഏയ്, ആരും കൈയടിക്കരുത്. ഇതങ്ങനെ കൈയടിക്കാൻ പറ്റിയ കാര്യമൊന്നുമല്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? ആരാണോ അത് ചെയ്തത് അവരെ അന്വേഷിക്കാൻ നോക്കുക. സംശയമുണ്ടോ? ഇതുപോലൊരു തോന്നിവാസം ഇതിനു മുമ്പ് ഇവിടെ നടന്നിട്ടേ ഇല്ല. ആരാ ഇതിങ്ങനെ ചെയ്തത്? ഞാനാ. എങ്ങനെയുണ്ട്? തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമല്ലോ. പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാത്തത് ഭാഗ്യമെന്ന് കരുതിയാ മതി. ഇവിടെ വരൂ, താനൊരു പ്രിൻസിപ്പാളായിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഈ സിറ്റിയുടെ നടുക്ക് വേസ്റ്റിന്റെ കൂമ്പാരം കൊണ്ടിട്ടിരിക്കുന്നു. ഓരോന്നിനും ഓരോ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. താൻ എന്റെ വീടിന് മുമ്പിൽ വേസ്റ്റ് ഇട്ടപ്പോ ഞാൻ അതിൽ കൂടുതൽ വേസ്റ്റ് തന്റെ വീടിന് മുമ്പിൽ കൊണ്ടിട്ടു. അതെങ്ങനെയുണ്ട്? കേരള ഗവൺമെന്റ് വീണ്ടും വിജയിക്കട്ടെ. എന്റെ വണ്ടിയുടെ കാറ്റത്തിനെ തന്നെ അഴിച്ചുവിട്ടെ. താൻ തന്റെ കാറ് എന്റെ ഗേറ്റിന് മുന്നിൽ എന്തിനാ പാർക്ക് ചെയ്തത്? അങ്ങനെ ചെയ്ത ഉടനെ വണ്ടി പഞ്ചറാക്കോ? അതെ, ഈ ഏരിയയിലുള്ള ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവർക്ക് ഉറപ്പായും ശിക്ഷ കിട്ടും. ഇങ്ങോട്ട് നോക്കണേ സാർ, നിങ്ങൾ ഇവിടുത്തെ ക്രമസമാധാനം നശിപ്പിക്കാൻ നോക്കുകയാണ്. നിയമം പാലിക്കാൻ ആദ്യം കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അത് ശീലമായി കഴിയുമ്പോ പിന്നെ അങ്ങോട്ടെല്ലാം നല്ലതായി തോന്നും. ഇയാൾ ഇവിടെ വീട് വാടകയ്ക്ക് എടുത്തിരിക്കുക. ഇയാൾ പ്രിൻസിപ്പൾ ആയിരുന്ന സമയത്ത് ഒരുപാട് നിയമങ്ങൾ എല്ലാരും പഠിപ്പിക്കാൻ നോക്കിയതാ. ഇയാള് പ്രിൻസിപ്പാൾ ആണോ അതോ ഗുസ്തിക്കാരനാണോ? പ്രിൻസിപ്പൽ, നമ്മുടെ നിർഭാഗ്യം കൊണ്ട് അയാൾ ഒരു ഗുസ്തിക്കാരൻ കൂടിയാ. സംശയമുണ്ടോ? അതെ അങ്കിൾ, എന്തായി കാണിക്കുന്നത്? ഇന്ന് ഞാൻ വാങ്ങിച്ച പുതിയ ഹോൺ ആയിരുന്നു അത്. ഇത് മാന്യന്മാരുടെ ഏരിയയാണ്. ഇവിടെ കിടന്ന് ആവശ്യമില്ലാതെ ഹോൺ അടിച്ച് മനുഷ്യനെ ശല്യം ചെയ്യുന്നു. ഇടികിട്ടും ഓടിക്കോ. അങ്കിളെ, ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കല്ലേ. എന്റെ കൈയുടെ പവർ നിങ്ങൾക്ക് അറിയില്ല. ഒരെണ്ണം തന്നോണ്ടല്ലോ നിങ്ങളെ അങ്ങോട്ട് മുകളിലോട്ട് പോവേണ്ടി വരും, പറഞ്ഞേക്കാം. എടാ, എന്റെ ഒരൊറ്റ ഇടിക്ക് 600 കിലോയുടെ വെയിറ്റ് ഉണ്ട്, അറിയോ? വാടാ വാടാ, വന്നൊന്ന് ഏറ്റുമുട്ടി നോക്ക്. ആർക്കാ ബലമുള്ളതെന്ന് അപ്പോ അറിയാമല്ലോ. അയ്യോ അയ്യോ അയ്യോ, ഈ മാസം അവനെ കർക്കിടകം വന്നല്ലോ. നിങ്ങളെ സദ്യ ബാസ്കറ്റ്ബോൾ ആക്കി കളഞ്ഞല്ലോ. ഞാനിനി കവിത ചൊല്ലിയാലുണ്ടല്ലോ പോലീസ് പരാതി കൊടുക്കും ഞാൻ. പിന്നെ നീ മേലാൽ ഹോൺ അടിച്ചു പോരുത്, മനസ്സിലായോ? ഞാൻ ഒരിക്കലും ഹോൺ അടിക്കില്ല അങ്കിൾ, പ്ലീസ് എന്നെ വിട്ടേക്ക്. ഇപ്പൊ തന്നെ നീ ഒരു 100 ഏത്തയോട് വന്നോക്ക്. വേഗം വാ, PT ടൈം. 1 2 3 4. കുടം കമിഴ്ത്തി വെച്ച് എന്തിനാണ് വെള്ളം ഒഴിക്കുന്നത്? എല്ലാവരെയും എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്?
നിന്റെ കവിതയുടെ കാര്യത്തിൽ ഇന്ന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. നിക്കടവിടെ. ഇയാൾ ഇവിടുത്തെ ആൾക്കാരൊന്നും ജീവിക്കാൻ സമ്മതിക്കില്ലെന്നാ തോന്നുന്നത്. ഇയാളത്തിന് എങ്ങനെയാണൊന്ന് രക്ഷപ്പെടുക? ഇയാൾക്കിട്ടൊരു പണി കൊടുക്കാം നമുക്ക്. അതെങ്ങനെയാ? ഈ കാര്യത്തിൽ കന്നാ സാറിന്റെയും ഹണിയുടെയും സഹായം വേണ്ടി വരും. അതെനിക്ക് മനസ്സിലായില്ല. ഇയാൾക്ക് കന്നാ സാറിന്റെ കവിത കേൾക്കുമ്പോ കലി വരും. കന്നാ സാറിനെ കൊണ്ട് കൂടുതൽ കവിത ഇയാളെ കേൾപ്പിക്കണം. അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് കൊച്ചളിയാ? നീ എപ്പോഴും ചെയ്യുന്നത് തന്നെ അങ്ങ് ചെയ്താ മതി. പ്രിൻസിപ്പലിനോട് സംസാരിച്ചോണ്ടിരുന്നാ മാത്രം മതി. ഇത് കവിതയെക്കാളും അപകടം പിടിച്ച പണിയാണല്ലോ ബണി. സംശയമുണ്ടോ? അങ്കിളേ ആ ബോളൊന്ന് തരാമോ പ്ലീസ്? എടാ, ഇത് കളിക്കാനുള്ള സമയമാണോ? വാ, വന്ന് കോഴിയാവ്. ഞാൻ എന്തിനാ കോഴിയാവുന്നത്? വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ബോബിയെ വിളിക്കാം. അവനൊരു കോഴി തന്നെയാണ്. ഓ, ഞാൻ നിനക്കൊരു ശിക്ഷ നൽകുകയാണ്. എനിക്ക് ശിക്ഷയൊന്നും വേണ്ട. അങ്കിൾ ആ ബോളിങ് തന്നാ മാത്രം മതി. ഉം. നീ എന്താടാ കഴുതയാണോ? ആ അതെ. അയ്യോ, തല വെറുക്കുന്നേ. എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. കാലാവസ്ഥ പറയുന്നു സുനാമി വരുമെന്ന്. ഭ്രാന്ത് പിടിച്ചത് ഞങ്ങൾക്കാണ്. എന്നിട്ട് അയാൾ പറയുന്നു അയാൾക്കാണെന്ന്. വേഗം അടിയോയി. എടോ എടോ, തന്നോട് കവിത ചൊല്ലല്ലെന്ന് ഞാൻ വിലക്കിയതല്ലേ. ഞാൻ ഇനിയും കവിത ചൊല്ലും. ഇയാൾ എന്തോ ചെയ്യും? ഓ, ഇങ്ങോട്ട് വാടാ, പറഞ്ഞുതരാം. നോക്കാം നമ്മൾ ആരാ ശക്തനെന്ന് നോക്കാം. വാടാ, വാ. അങ്കിളേ ആദ്യം അങ്കിളിന്റെ 2 കൈയും കൊണ്ട് എനിക്ക് എന്റെ ബോൾ എടുത്ത് തരുമോ പ്ലീസ്? ഓ, ബോൾ 5 മണിക്കേ കിട്ടുള്ളൂ. കുട്ടികൾക്ക് കളിക്കാനുള്ള സമയം 5 മണി മുതൽ 7 മണി വരെ. അതിനു മുമ്പ് കളിക്കുന്നതെങ്ങാനും കണ്ടാൽ ചെയ്താലും തീരാത്ത വിധം ഹോംവർക്ക് തന്നുവിടും ഞാൻ. നോക്കിക്കോ. ഉം. ഓ, 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 ഓ. ഏ? വാ വാ വാ, വേഗം വാ, പീറ്റി ചെയ്യ്. ഞങ്ങള് പക്ഷെ TP ആണ് ചെയ്യാറുള്ളത്. ഏയ്, അതെന്താ അത്? ടൈം പാസ് TP. നിങ്ങൾ ഇവിടെ ടൈം പാസിനാണോ വന്നിരിക്കുന്നത്? അയ്യോ അല്ലെങ്കിലേ പാസ് തരാൻ വേണ്ടിട്ടാ. എൻട്രി പാസ്. അത് ശരി, വല്ല ഫംഗ്ഷൻ നടക്കുന്നുണ്ടോ? അതെ അങ്കിൾ, ഇവിടെ കവിത സംഗമം നടക്കാൻ പോവുകയാണ്. അതൊരിക്കലും ഉണ്ടാവില്ല. ഉണ്ടാകുമല്ലോ. ഞങ്ങൾ ഇതിനു മുമ്പ് അത് നടത്തിയിട്ടുണ്ട്. എടാ കഴുതേ. ആ പറഞ്ഞു അങ്കിളേ. കൂട്ടുകാരിയുടെ പേരാണ് വന്ദന. നിങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് അടിക്കുന്നത് എന്തിനാ? ഈ കഴുതയുടെ മണ്ടത്തരങ്ങൾ പോരാഞ്ഞിട്ടാണോ നിന്റെ കവിതയും കൂടെ പറഞ്ഞു കേൾപ്പിക്കുന്നത്? ഇദ്ദേഹം പ്രാക്ടീസ് ചെയ്യുവാണ്. 7 ദിവസമാണല്ലോ കവിതാ സംഗമം. എന്റെ അമ്മേ, 7 ദിവസവും? അതെ, എല്ലാ മാസവും 7 ദിവസത്തെ കൾച്ചറൽ പ്രോഗ്രാമിൽ കവിയരങ്ങ് വെച്ച് കവിതാ പാരായണം നടത്താറുണ്ട്. സംശയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ഇവിടെ വരൂ. കവിത എന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് ഇത്ര തുള്ളുന്നത്? അതിന്റെ പേരിൽ എന്തിനാണ് പോലീസിനെ വിളിക്കുന്നത്? ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായി. അല്ലാതെ തന്നെ ഞങ്ങൾ പോലീസിനെ വിളിക്കുന്നുണ്ട്. അതെ, ഞങ്ങളുടെ പെർമിഷൻ ലെറ്ററും ഉണ്ട്. അത് ശരി, കവിതാ സംഗമം നടത്തുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് ഗുസ്തി പിടിക്കേണ്ടി വരും. സമ്മതിച്ചോ? തെറ്റ് കണ്ടാൽ അതിൽ ഉറപ്പായും ഇടപെടും. കവിതകളിലൂടെ കവികളോട് കൈയടിക്കാൻ ആവശ്യപ്പെടും. ദാ നോക്കിയേ, പ്രൊഫസറിന്റെ മസിലൊക്കെ ഒഴുകി പോകുന്നുണ്ടെന്നാ തോന്നുന്നേ. ഏയ്, ഇവിടെ ആർക്കാ കവിത ചൊല്ലേണ്ടത്? വാ, ആദ്യം എന്റെ മുന്നിൽ വന്ന് എന്നോട് ഏറ്റുമുട്ടി എന്നെ തോൽപ്പിക്കേ. ഓ, ഓ, ഓ. ഇവിടെ വരൂ. താൻ എന്നോട് ഏറ്റുമുട്ടു. എടുത്ത് തന്നെ മലർത്തി അടിക്കും ഞാൻ. ഇവിടുന്ന് ഒരു തട്ട് കഴിഞ്ഞാൽ ആകാശത്ത് പരുന്തിന്റെ കൂടെ പറന്ന് കളിക്കേണ്ടി വരും. എന്റെ സൈസ് താണെന്ന് നോക്കിക്കേ. ഒരു പ്രാവശ്യം ഞാൻ തന്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ താൻ ഒരിക്കലും എഴുന്നേൽക്കുകയില്ല. വേണ്ട. ഇതിൽ കൂടുതലായിട്ട് ഇനി ഒന്നും പറയണ്ടല്ലോ. ഈ പ്രൊഫസർ ഇപ്പൊ അല്പം പേടിച്ചു പോയതുപോലെ ഉണ്ടല്ലോ. അയ്യോ 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 പ്രൊഫസറെ, എന്തിനാ ഇങ്ങനെ കരയുന്നത്? 7 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. വൈകുന്നേരം 7 മണിക്ക് പരിപാടി തുടങ്ങും. പിന്നെ രാത്രി ഒരു 3 മണിയോട് കൂടി പരിപാടി തീർക്കാം. എല്ലാ മാസവും ഇനി ഈ ഏരിയയിൽ ഞാൻ താമസിച്ചാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഓ, അപ്പൊ എല്ലാ മാസവും 7 ദിവസം സാറ് വേറെ സ്ഥലത്ത് പോയി താമസിക്കാൻ പോവാണോ? റെസ്ലിംഗിൽ അണ്ടർടേക്കർ ഷോപ്പെട്ടിതാണ് വരുന്നത്. സാറെന്തിനാ സാറിന്റെ തലയിങ്ങനെ ചൊറിയുന്നത്? അയ്യോ. ആ? ഓ, ഓ. ആ? ഓ, ആ, ആ, ആ.
അയ്യോ അങ്കിളെ, അങ്കിളുടെ വീട്ടു സാധനങ്ങൾ എടുത്തിട്ട് പോകുന്നില്ലേ? എന്റെ സാധനങ്ങൾ എടുക്കാൻ ഞാൻ പോലീസുമായി വന്നോളാം. അതും എന്റെ സ്വന്തം സേഫ്റ്റിക്ക് വേണ്ടി. ഖന്നാസാറും ഹണിയും സ്വന്തം ജോലി വൃത്തിയായിട്ട് ചെയ്തു. സംശയമുണ്ടോ? അതെ അതെ, ഇവൻ പറഞ്ഞത് ശരിയാണ്. ഇനി എന്തായാലും അയാൾ ഇങ്ങോട്ടേക്ക് വരികയില്ല. ഇവിടെ വരൂ. നിങ്ങളുടെ ഇമോഷൻ എന്ന ഫ്രിഡ്ജിനുള്ളിൽ സത്യത്തിന്റെ സാൻഡ്വിച്ച് ഉണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ ഒരു നഗരത്തെ മുഴുവൻ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ അയാളെ അവിടുന്ന് മാറ്റുന്നതാണ് ഏറ്റവും നല്ല ബുദ്ധി. അത് നിങ്ങൾക്കറിയാവോ? പിന്നെ ഞാൻ ജനിച്ചപ്പോഴേ ബുദ്ധിമാനാണ്. मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी। करो सब्सक्राइब, कमेंट एंड लाइक।